Theorem 2.2. Let if lambda 1, lambda 2, lambda k are distinct eigenvalues of a matrix A and v1, v2, etc. vk are corresponding eigenvectors, then the set v1, v2, vk is linearly independent set. രണ്ടാമത് ബി എന്താ പറയണത്? n cross n matrix with n distinct eigenvalues is diagonizable. ഓക്കെ, സോ നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യുക? ലെറ്റ് ലാംഡ 1, ലാംഡ 2, ലാംഡ കെ ആർ ഡിസ്റ്റിങ്ക്റ്റ് eigenvalues of a matrix A ആണ് തന്നിട്ടുണ്ട്. ആൻഡ് v1, v2, v3, vk are corresponding eigenvectors. Okay, we have to prove that v1, v2, vk are linearly independent. So നമുക്കതിൻ്റെ കോൺട്രഡിക്ഷൻ വിചാരിക്കാം. If suppose that v1, v2, v3, vk is linearly dependent. Okay, നമ്മൾ linearly independentും linearly dependentും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. Okay, since by definition of eigenvector by is non-zero, എന്താ v1 ഒറ്റയ്ക്ക് എന്തായിരിക്കും? v1 is linearly independent. Okay, let r be the largest integer such that v1, v2, v3, etc. vr are linearly independent. നമ്മൾ എങ്ങനെ എടുക്കണേ? v1 ഒറ്റയ്ക്കൊരു വെക്ടർ എന്നാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് c1 ഇൻറ്റു v1 ഈക്വൽ ടു 0 ആവണമെങ്കിൽ എന്താവണം? ഇവിടെ c1 എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് സിംഗിൾട്ടൺ v1 എന്ന് പറഞ്ഞ വെക്ടർ ഉറപ്പായിട്ട് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ലെറ്റ് ആർ ബി ദി ലാർജസ്റ്റ് ഇൻറ്റിജർ സച്ച് ദാറ്റ് v1, v2, vr ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ v1, v2, etc. vkയിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ഏറ്റവും വലിയ സെറ്റിനെയാണ് v1, v2, etc. vr എന്ന് എടുത്തിട്ടുള്ളത്. സിൻസ് നമ്മൾ എന്ത് അസംഷൻ എടുത്തിട്ടുണ്ട്? v1, v2, etc. vk ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എടുത്തത് കൊണ്ട് r എന്തായിരിക്കും? ഉറപ്പായിട്ടും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r സ്ട്രിക്ട്ലി ലെസ് ദാൻ k ആയിരിക്കും. നൗ മോർ ഓവർ ബൈ ഡെഫിനിഷൻ ഓഫ് r എന്ത് പറയാൻ പറ്റും? v1, v2, etc. vr പ്ലസ് 1 എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ എടുത്തിരിക്കുന്നത് r v1, v2, etc. vr ആണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ വലിയ സെറ്റ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ബൈ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് c1, c2, etc. cr പ്ലസ് 1 നോട്ട് ആൾസോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ വരാൻ പോകുന്നത്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് c1, c2, etc. cr പ്ലസ് 1 നോട്ട് ആൾ 0 സച്ച് ദാറ്റ് ദ കോമ്പിനേഷൻ c1 v1 പ്ലസ് c2 v2 പ്ലസ് etc. cr പ്ലസ് 1 vr പ്ലസ് 1 ഈക്വൽ ടു 0. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് 1 ബൈ എ ബൈ യൂസിങ് ദ ഫാക്ട് ദാറ്റ് നമുക്ക് എന്താ അറിയാം? എ v1 എന്ന് പറഞ്ഞാൽ ലാംഡ 1 v1 ആണ്. കാരണം ലാംഡ 1 ഐഗൻ വാല്യൂ ആണ്, v1 കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ആണ്. സിമിലർലി എ v2 ഈക്വൽ ടു ലാംഡ v2, എ vr ഈക്വൽ ടു ലാംഡ r vr, എ vr പ്ലസ് 1 ഈക്വൽ ടു ലാംഡ r പ്ലസ് 1 vr പ്ലസ് 1. ഇനി കോമ്പിനേഷൻ എടുത്ത് നോക്കാം. എന്താ ഉണ്ടാവുക? c1 ലാംഡ 1 v1 പ്ലസ് c2 ലാംഡ 2 v2 പ്ലസ് എക്സെട്ര cr ലാംഡ r vr പ്ലസ് cr പ്ലസ് 1 ലാംഡ r പ്ലസ് 1 vr പ്ലസ് 1 ഈക്വൽ ടു 0. അല്ലെ, എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സി എന്ത് കിട്ടും? c1 ഇൻറ്റു എ v1 എന്ന് കിട്ടും. അതിനെ നമ്മളെന്ത് റീപ്ലേസ് ചെയ്യും? എ v1 പകരം c1 എന്താക്കി മാറ്റും? അതിനെ ലാംഡ 1 v1 ആയിരിക്കും. സോ ഓരോ സൈഡിലും അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ c1 v1 പ്ലസ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. Now multiplying both sides of equation 1 by lambda r plus 1 and subtracting the resultant equation we get എന്ത് കിട്ടും? ഈ ഇക്വേഷനിൽ ലാംഡ ആർ പ്ലസ് 1 കൊണ്ട് എന്ത് ചെയ്യണത്? ഇക്വേഷൻ 1നെ ലാംഡ ആർ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇക്വേഷനെ ലാംഡ ആർ പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്ന് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് c1 ഇൻറ്റു ലാംഡ 1 ലാംഡ ആർ പ്ലസ് 1 b1, c2 lambda 2 into lambda r plus 1 v2 etc. cr lambda r minus lambda r plus 1 into vr equal to 0. ഓക്കെ, നമുക്കെന്തറിയാം? v1, v2, etc. vr എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നറിയാം അല്ലേ? ദാറ്റ് മീൻസ് അതിൻ്റെ കോയിഫിഷ്യൻസ് എന്തായി മാറണപ്പോൾ ഈക്വൽ ടു 0 വരണം. ഈക്വൽ ടു 0 വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? c1 ഇൻറ്റു ലാംഡ 1 മൈനസ് ലാംഡ ആർ പ്ലസ് 1 ഈക്വൽ ടു c2 മൈനസ് ലാംഡ 2 മൈനസ് ലാംഡ ആർ പ്ലസ് 1 ഈക്വൽ ടു cr ലാംഡ ആർ മൈനസ് ലാംഡ ആർ പ്ലസ് 1 ഈക്വൽ ടു 0 ആയി മാറി. That is lambda 1, lambda 2, etc. lambda r plus 1 are assuming to be distinct ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഈ എലമെൻറ്റ് എന്താവില്ല? ലാംഡ 1 മൈനസ് ലാംഡ ആർ പ്ലസ് 1 0 ആവില്ല അല്ലേ? ഇത് 0 ആവില്ല, ഇതും 0 ആവില്ല, ഇതും 0 ആവില്ല. അപ്പോൾ ആര് 0 ആവണം?
C1ഉം C2ഉം CRഉം എന്തായേ പറ്റുള്ളൂ 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ 1 വി വീൽഡ് എന്ത് കിട്ടും നമുക്ക് CR വരെയുള്ള 0 ആണ്. ദാറ്റ് മീൻസ് CR പ്ലസ് 1 VR പ്ലസ് 1 ഈക്വൽ ടു 0. ഓക്കെ, സിൻസ് VR പ്ലസ് 1 ഈസ് എ നോൺ സീറോ വെക്റ്റർ ആയതുകൊണ്ട് CR പ്ലസ് 1 VR പ്ലസ് 1 0 ഇംപ്ലൈസ് എന്ത് കിട്ടും ഓട്ടോമാറ്റിക്കലി CR പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക് കിട്ടിയത് ഒരു ലീനിയർ കോമ്പിനേഷൻ C1 B1 പ്ലസ് നമ്മുടെ കിട്ടിയ കാര്യം എന്താ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയത് ഈ ലീനിയർ കോമ്പിനേഷൻ C1 B1 പ്ലസ് C2 B2 പ്ലസ് CR VR പ്ലസ് CR പ്ലസ് 1 VR പ്ലസ് 1 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്താൽ അതിൻ്റെ ഈ കോയിഫിഷ്യൻസ് എല്ലാം 0 വരുന്നതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. അങ്ങനെ പ്രൂവ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ, V1 തൊട്ട് VR പ്ലസ് 1 വരെയുള്ള വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് അർത്ഥം. പക്ഷെ നമ്മുടെ അസംഷൻ ഓഫ് R എന്താ, ആറിൻ്റെ അസംഷൻ പ്രകാരം V1 V2 എക്സെട്ര VR വരെയുള്ള സെറ്റ് മാക്സിമം ലാർജസ്റ്റ് ആയിട്ടുള്ള ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ VR പ്ലസ് 1 കൂടി ആഡ് ചെയ്തിട്ടുള്ള സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സോ നമ്മളെടുത്ത എന്തോ അസംഷന് കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്തായിരുന്നു, അവർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാവില്ല. സോ V1 V2 എക്സെട്ര VR ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, VK are linearly dependent. So this is a contradiction to our assumption. This is a contradiction to our assumption that the scalars C1, C2, CR plus 1 are all not 0. This is contradiction leads to the conclusion that V1, V2, etc. VK are linearly independent. Okay. ഇനി നമുക്ക് രണ്ടാം സൈഡ് പ്രൂവ് ചെയ്യാം. എന്താ പറയണത്, ലെറ്റ് n be a n cross n matrix with n distinct eigen values. നമുക്കെന്താ അറിയാം, n distinct eigen valuesൻ്റെ ആണ് by a of the part of this theorem. തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞത്, λ1 λ2 λk ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ n ഐഗൻ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n ഐഗൻ വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അല്ലേ. സോ സിൻസ് എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്റ്റേഴ്സ്, തൊട്ട് മുമ്പത്തെ തിയറ പ്രകാരം എന്തായേ പറ്റുള്ളൂ, എ എന്ന് പറയുന്നത് ഡയഗണൈസബിൾ ആയേ പറ്റുള്ളൂ. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു മെട്രിക്സ് ഡയഗണൈസബിൾ ആണെന്നുള്ളതിൻ്റെ ചെക്ക് ചെയ്യണതിൻ്റെ പ്രൊസീജിയേഴ്സാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, തിയറം 2.1 പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാവുക. തിയറം 2.1 guarantees that an n cross n matrix A with n linearly independent eigenvectors is diagonizable. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ, ഒരു മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള n ക്രോസ് n മെട്രിക്സ് ആണെങ്കിൽ n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്റ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി മാറിയത്, ഡയഗണൈസബിൾ ആയി. ഓക്കെ, പ്രൂഫ് ഓഫ് ദ തിയറം ടുഗദർ വിത്ത് തിയറം 2.2 സജസ്റ്റ് ദാറ്റ് ദ ഫോളോയിങ് പ്രൊസീജിയേഴ്സ് ഫോർ ഡയഗണൈസേഷൻ എ. ഒന്നെന്ന് പറയുന്നത് ഡിറ്റർമൈൻ, എന്താ പറയാൻ പറ്റുള്ളത്, സ്റ്റെപ്പ് 1 ഡിറ്റർമൈൻ first whether the matrix is actually diagonizable, okay, by searching for n linearly independent eigenvectors. Okay, അതായത് ഡയഗണൈസബിൾ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്റ്റേഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വൺ വേ ടു ഡു ദിസ് ഈസ് ടു ഫൈൻഡ് എ ബേസിസ് ഫോർ ദി ഈച്ച് ഐഗൻ സ്പേസ് ആൻഡ് കൗണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് ഒബ്റ്റൈൻഡ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ആദ്യം ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. ആ ഐഗൻ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഓരോ ഐഗൻ വാല്യൂവിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസ് കണ്ടുപിടിക്കുക അല്ലേ. എന്നിട്ട് ആ ഐഗൻ വെക്റ്റേഴ്സിൻ്റെ എണ്ണം എടുത്തിട്ട് നമ്മൾ നോക്കും അല്ലേ. ഇഫ് ദർ ഈസ് ടോട്ടൽ n വെക്റ്റേഴ്സ് ദെൻ ദ മെട്രിക്സ് ഈസ് ഡയഗണൈസബിൾ. ഇഫ് ദ ടോട്ടൽ ഈസ് ലെസ് ദാൻ n ദെൻ ഇറ്റ് ഈസ് നോട്ട്. ഇഫ് ദ n ക്രോസ് n മെട്രിക്സ് ഹാസ് n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ദെൻ ആൾസോ ദ മെട്രിക്സ് ഈസ് ഡയഗണൈസബിൾ. n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണെന്ന് നോക്കിയാലും മതി. ഓക്കെ, സോ ഇഫ് യു അസർട്ടഡ് ദാറ്റ് ദ മെട്രിക്സ് ഈസ് ഡയഗണൈസബിൾ ദെൻ ഫ്രം ഈ P1 എങ്ങനെ കണ്ടുപിടിക്കുക, P നമ്മൾ പ്രൂവ് ചെയ്ത് ഓർമ്മയുണ്ടോ, P എങ്ങനെ എടുത്തിട്ടായിരുന്ന പ്രൂഫിലൊക്കെ, P എന്ന് പറഞ്ഞാൽ P1 P2 എക്സെട്ര PR എന്ന് പറഞ്ഞിട്ടുള്ള കോളംസ് എടുക്കുക. വേർ PIs എന്തായിരിക്കണം, നമ്മുടെ കോളം n വെക്റ്റേഴ്സ് എങ്ങനെ എടുത്തിട്ടുള്ള കോളം വെക്റ്റേഴ്സ് ആർ ദി n ബേസിസ് വെക്റ്റേഴ്സ് ഒബ്റ്റൈൻഡ് ഇൻ സ്റ്റെപ്പ് 1 എന്ന് വെച്ചാൽ നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ആ രീതിയിൽ കോളംസ് ആയിട്ട് കൺസിഡർ ചെയ്തെടുക്കണം. സ്റ്റെപ്പ് 3, P inverse AP will be diagonal matrix whose successive diagonal entries are eigenvalues λ1, λ2, etc. λn that correspond to successive columns of P.
അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം സ്റ്റെപ്പ് 3യും പ്രോബ്ലം ചെയ്തിട്ട് നമുക്കൊന്നുകൂടി മനസ്സിലേക്ക് വ്യക്തമാക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം 8. ഡയഗ്നൈസബിൾ ദ ഫോളോയിങ് മെട്രിക്സ് 5 4 1 2. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്. ഫസ്റ്റ് തന്നെ ഇഫ് എ ഡിനോട്ട് ദ ഗിവൺ മെട്രിക്സ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 ചെയ്യുക. എന്തിനാണ് അത് ചെയ്യണത്? ആദ്യം തന്നെ തന്നിരിക്കണ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ലാംഡ മൈനസ് 5 ഇൻറ്റു മൈനസ് 4 മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. എന്ത് വരും? ലാംഡ മൈനസ് 5 ഇൻറ്റു ലാംഡ മൈനസ് 2 മൈനസ് 4 ഈക്വൽ ടു 0. ദറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 7 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഇറ്റ് ഈസ് ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു 1ഉം 6ഉം ആണ് നമ്മുടെ എന്ത് ഐഗൻ വാല്യൂസ് ഓഫ് എ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കെന്താ അറിയാം, ഇതൊരു 2x2 മെട്രിക്സ് ആണ് അല്ലേ. 2x2 മെട്രിക്സ് ആണ്. അതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ആണ് ആര്? 1ഉം 6ഉം അല്ലേ. 1ഉം 6ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ആണ്. സോ തൊട്ട് മുമ്പത്തെ തിയറങ്ങൾ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് n ക്രോസ് n മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മെട്രിക്സ് ഡയഗണൈസബിൾ ആവും. അപ്പോൾ ഇവിടെ അതിന് 2 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ 2 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വെക്ടേഴ്സും കിട്ടും. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ എ ഡയഗണൈസബിൾ ആണ്. ഓക്കെ, ഇനി ആ മെട്രിക്സ് എങ്ങനെ വരുത്താമെന്ന് നമുക്ക് സ്വന്തമാക്കിയെടുക്കാം. ദെൻ ദ ഐഗൻ വെക്ടർ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഐഗൻ വെക്ടർ എക്സ് കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1ൻ്റെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ നോക്കുന്നു. എങ്ങനെ ചെയ്യാം? നമ്മൾ ലാംഡയ്ക്ക് പകരം 1 കൊടുക്കുക, എന്നിട്ട് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ. ലാംഡ മൈനസ് ഐ ഇൻറ്റു എക്സ് എന്താ വരിക? മൈനസ് 4 മൈനസ് 4 മൈനസ് 1 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അതിനെ വീണ്ടും ആ മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിന് നമ്മൾ എന്ത് ചെയ്യും? റോ റെഡ്യൂസ്ഡ് ഇക്കലോൺ ഫോമിലേക്ക് കൊണ്ടുവരാൻ നോക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ മതി? ഈ തന്നിരിക്കുന്ന ആളെ നമുക്ക് ബൈ R1 ഗോസ് ടു മൈനസ് 1/4 R1. അപ്പോൾ എന്ത് കിട്ടും? 1 1. ഇനി എന്താ അടുത്ത ആൾ മൈനസ് 1 ഇത് തന്നെയാണ്. അപ്പോൾ രണ്ടിനും ആഡ് ചെയ്യണു. R2 ഗോസ് ടു R2 പ്ലസ് R1. സോ 1 1 അടുത്തത് 0 0. ഇതെന്താ നമുക്ക് അറിയാവുന്ന കാര്യം പറയാം. ദെൻ ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം 1 ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ദ റോ ഇക്വലോൺ ഫോം. ദ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ സിസ്റ്റം ലാംഡ മൈനസ് ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. നമ്മൾ പലതവണ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഒരിക്കലും ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൽ മാറ്റം വരത്തില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 1 0 0 ഇൻറ്റു x1 x2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു മൈനസ് x2. സോ വെക്ടർ എന്ന് പറയുന്നത് 1 മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് 1 1. സോ x1 ഈക്വൽ ടു മൈനസ് ടി, x2 ഈക്വൽ ടു ടി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് വേ ടി ഇൻറ്റു ഇതായി മാറി മൈനസ് 1 x1 x2 ഈക്വൽ ടു മൈനസ് ടി ബൈ മൈനസ് ടി ടി എന്ന് പറഞ്ഞ വെക്ടർ. ദാറ്റ് ഈസ് ടി ഇൻറ്റു മൈനസ് 1 1. Okay. Hence the basis of the eigenspace corresponding to the eigenvector lambda is P1 equal to the eigenvector minus 1 1. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? The eigenvector x corresponding to the lambda equal to 6. Lambda equal to 6 എടുത്താൽ എന്തുണ്ടാവും? Lambda equal to 6 എടുക്കുക. So 6i minus a into x equal to 0 വരും. അതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 1 minus 4 into x1 x2 equal to 0 0. അതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. 1 മൈനസ് 4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 4 അതുപോലെ നിർത്താം. താഴേക്ക് ആഡ് ചെയ്താൽ 0 ആയിട്ട് പോകും അല്ലേ. ദാറ്റ് ഈസ് R2 ഗോസ് ടു R2 പ്ലസ് R1 ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതേപോലെ പറയുന്നു. ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം 2 ഓഫ് ദ ലീനിയർ ഇക്വേഷൻ ഇൻ ദ റോ ഇക്വലോൺ ഫോം. The elementary row operations do not change the solution of the system 6i minus a into x equal to 0. So the 1 minus 4 0 0 into x1 x2 equal to 0 0. That is x1 minus 4x2 equal to 0, x1 equal to 4x2. So എന്ത് ചെയ്യാൻ പറ്റും? x1 equal to 4t and x2 equal to t. അതിന് എന്താ എഴുതാൻ പറ്റും? So the solution is written as x1 x2 equal to 40t column t equal to column 4 1. So 4p2 എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് 4,1. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു പി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. P1 മൈനസ് 1 1 ആണ്, P2 4 1 ആണ്. രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ പി ഉണ്ടാക്കുക? പി ഉണ്ടാക്കണം എങ്ങനെയാണ്? പി ഈക്വൽ ടു
P1 ആദ്യം എഴുതി P2 എഴുതി. P1 എന്ന് പറഞ്ഞാൽ -1 1, P2 എന്ന് പറഞ്ഞാൽ 4,1. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വേണമെങ്കിൽ നോക്കാം. ഡിറ്റർമിനൻറ്റ് ഓഫ് 1 ഈക്വൽ എന്താ വരിക? -1 -4 വരിക. ദറ്റ് ഈസ് -5 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്, ഇൻവെർട്ടിബിൾ ആണ്. ഓക്കെ, ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ചേഞ്ചിങ് ദി, അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. P ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി P ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി P ഇൻവേഴ്സ് ഈക്വൽ ടു 1/5 ഇൻറ്റു -1 4 1 1. ഇനി P ഇൻവേഴ്സ് AP ചെയ്ത് നോക്കുക. എന്താ P ഇൻവേഴ്സ് AP ചെയ്താൽ വരിക? P ഇൻവേഴ്സ് AP ഈക്വൽ ടു എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P ഇൻവേഴ്സ് AP ഈക്വൽ ടു 1/5 ഇൻറ്റു -1 4 1 1 ഇൻറ്റു 5 4 1 2 -1 4 1 1 മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ടതൊക്കെ എന്തിലോട്ട് എൻഡ് ചെയ്യണം? നമ്മൾ വി ഗെറ്റ് ദ മെട്രിക്സ് 1 6 0 0. നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? നമ്മൾ തന്നിരിക്കണം മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് എടുത്തിട്ട് കോളംസ് ആയിട്ട് എടുത്തിട്ട് P എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുക. ആ P എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തിട്ട് P ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. P ഇൻവേഴ്സ് AP ചെയ്താൽ കിട്ടുന്ന D എങ്ങനെയിരിക്കും? ഡയഗണൈസബിൾ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗണൽ എൻട്രീസിൽ എന്ത് വരും? ഐഗൻ വാല്യൂസ് വരും. ഓക്കെ, അതാണ് ഇവിടെ 1,6 ഡയഗണലിൽ വന്നിട്ടുള്ളത്. ഓക്കെ.